ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അഭിരാമി പറയുന്നുണ്ട്, എനിക്ക് വിവേകേട്ടനെ കിട്ടിയില്ലെങ്കിൽ ഇവിടെ നടക്കുന്ന എല്ലാ ചതികളും ഞാൻ എല്ലാവരോടുമായി തുറന്നു പറയും, എന്നിട്ട് ഞാൻ എല്ലാം തകർക്കും, എന്നിട്ട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോവും. ഈ അഭി ആരാണെന്ന് നിങ്ങൾക്കാർക്കും അറിയില്ല എന്ന് പറഞ്ഞ് അഭി അങ്ങനെ ബോധം കെട്ട് വീഴുകയാണ്. ശിവയും അഞ്ജുവും വർഷയും എല്ലാവരും തന്നെ ഇത് കണ്ട് ആകെ പേടിക്കുന്നുണ്ട്. വേഗം തന്നെ വർഷ പോയി വെള്ളം എടുത്തുകൊണ്ട് വരികയാണ്. ശിവ എന്നിട്ട് വേഗം തന്നെ അഭിയുടെ മുഖത്തേക്ക് വെള്ളം തെളിക്കുന്നുണ്ട്. അഭിക്ക് അപ്പൊ തന്നെ ബോധം വരികയാണ്. എന്നിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, അഭി നിനക്ക് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അഭി പറയുന്നുണ്ട്, എനിക്കൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോവുകയാണ്. അഞ്ജു അപ്പൊ പറയുന്നുണ്ട്, എന്തോ പ്രശ്നമുണ്ട്, ഇതിനു മുന്നേ അഭി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇന്നങ്ങനെ അഞ്ജു പറയുമ്പോൾ ആകെ പേടിച്ചുകൊണ്ട് ശിവ അഭിയുടെ റൂമിലേക്ക് പോവുകയാണ്. അഭിയാണെങ്കിൽ വേഗം തന്നെ ഷെൽഫിൽ നിന്നും ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ശിവ വരുന്നത്. ശിവ എന്നിട്ട് അഭിയോട് ചോദിക്കുന്നുണ്ട്, അഭി നീ ഇപ്പോ എന്തിന്റെ ടാബ്ലറ്റ് ആണ് എടുത്ത് കഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ അഭിയാണെങ്കിൽ ശിവയിൽ നിന്ന് എല്ലാം മറച്ചു പിടിക്കുകയാണ്. പിന്നീട് ശിവ അഭിയോട് പറയുന്നുണ്ട്, നിനക്ക് എന്നോടുള്ള പിണക്കം മാറിയില്ലേ, ആ വിവേകിനോട് പോയി പണി നോക്കാൻ പറ, നമുക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പാണ് വലുത്, നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് വിവേകിനെ കിട്ടിയാൽ മതിയല്ലോ എന്നൊക്കെ അഭിയോട് അങ്ങനെ പറയുമ്പോൾ അഭി പറയുന്നുണ്ട്, ശരി, നമ്മള് രണ്ടുപേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വിവേകേട്ടനെ കിട്ടിയാൽ മതി, പക്ഷെ ആ അഞ്ജു എങ്ങാനും വന്നാലോ, ആ അങ്കിള് കാരണം കൊണ്ട് അഞ്ജുവിനും ചിലപ്പോ വിവേകിനോട് ഇഷ്ടം തോന്നും, നമ്മൾ സാധിച്ചു കൊടുക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ശിവയാണെങ്കിൽ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, വിവേകിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, എനിക്ക് തന്നെ വേണമെന്ന് അങ്ങനെ ചിന്തിക്കുകയാണ്. അഭിയപ്പ ചോദിക്കുന്നുണ്ട്, ശിവ നീ എന്താണ് ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശിവ പറയുന്നുണ്ട്, അല്ല ഞാൻ ആലോചിക്കുകയായിരുന്നു നീ എന്ത് ടാബ്ലറ്റ് ആണ് എടുത്ത് കഴിച്ചത് എന്ന്. അഭിയപ്പ പറയുന്നുണ്ട്, ആങ്സൈറ്റി അറ്റാക്ക് ഉണ്ട് എനിക്ക്, അത് വരുമ്പോൾ ഈ ടാബ്ലറ്റ് കഴിച്ചാൽ മതിയെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന്. അഭി അങ്ങനെ ആ സത്യം തുറന്നു പറയുമ്പോൾ ശിവ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എന്തുകൊണ്ടാണ് നീ ഇത്രയും ദിവസം ഇതൊന്നും ഞങ്ങളോട് പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അഭി പറയുന്നുണ്ട്, പറയണമെന്ന് തോന്നിയില്ല, അതുകൊണ്ട് പറഞ്ഞില്ലെന്നും പറഞ്ഞ് അഭി അവിടെ നിന്നും പോവുകയാണ്. ശിവയ്ക്കാണെങ്കിൽ അഭിയെ കുറിച്ച് ആലോചിച്ച് ആകെ പേടിച്ചുകൊണ്ട് അഭിയുടെ ഷെൽഫിൽ നിന്നും ആ ടാബ്ലറ്റ് എടുത്ത് ഫോണിൽ ഫോട്ടോ എടുത്ത് വെക്കുകയാണ്. പിന്നീട് വിവേകും വസുന്ധരയും ധനവും കൂടി ലക്ഷ്മിയുടെ മരണത്തെക്കുറിച്ച് രാജ്കുമാറിനോട് സംസാരിക്കുകയാണ്. ആ മരണത്തെക്കുറിച്ച് വസുന്ധരയും ധനവും എല്ലാം രാജ്കുമാർ എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ചന്ദ്രദാസിനോട് ചോദിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രദാസ് ആണെങ്കിൽ ആകെ വെപ്രാളപ്പെടുകയാണ്. ചന്ദ്രദാസിന്റെ മറുപടികളൊന്നും വ്യക്തമാകാത്തതുകൊണ്ട് തന്നെ വിവേകിന് ഒരുപാട് സംശയങ്ങൾ തോന്നുകയാണ്. വിവേക് അതെല്ലാം അപ്പൊ തന്നെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ചന്ദ്രദാസ് ആകെ കിടന്ന് പതറുന്നുണ്ട്. അതിനുശേഷം ചന്ദ്രദാസ് പറയുന്നുണ്ട്, എനിക്ക് ഇനി നിങ്ങളോടൊന്നും പറയണമെന്നില്ല, ഇപ്പോഴും വിവേകിന് എന്നെ വിശ്വാസമായിട്ടില്ല, അതുകൊണ്ട് ഈ മരണത്തെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയാണ്. ധന അപ്പൊ പറയുന്നുണ്ട്, സാർ അതൊന്നും കാര്യമാക്കണ്ട, വിവേക് ഇങ്ങനെ തന്നെയാണ്, ഇപ്പോഴുള്ള കുട്ടികളല്ലേ, അവർക്ക് എന്തിനും ഏതിനും സംശയം തന്നെയായിരിക്കും, സാർ എന്തായാലും റൂമിലേക്ക് പോയിക്കോളൂ, കുറച്ച് റെസ്റ്റ് എടുക്കുന്ന പറയാണ്. അങ്ങനെ ധനം ചന്ദ്രദാസിനെയും വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ്. പിന്നീട് വസുന്ധരയാണെങ്കിൽ വിവേകിനോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ എന്തിനും ഏതിനും സംശയങ്ങൾ പ്രകടിപ്പിക്കരുത്, അയാൾ പറയുന്നതെല്ലാം സത്യമായിരിക്കും, എന്തായാലും ഈ വീട്ടിലേക്ക് വന്ന ഗസ്റ്റിനെ ഞാൻ പറഞ്ഞയക്കാൻ സമ്മതിക്കില്ലെന്നും പറഞ്ഞ് വസുന്ധര അവിടെ നിന്നും പോവുകയാണ്. വിവേകാണെങ്കിൽ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ലക്ഷ്മിയെ കുറിച്ച് കൊടുത്തുള്ള വാർത്തകൾ രാഹുൽ കൊടുത്തത് തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം, ഇതിൽ പിന്നെ ഈ രാജ്കുമാർ എന്ന പേര് ഒരു കള്ളമാണെന്ന് വിവേക് അങ്ങനെ ഉറച്ചു വിശ്വസിക്കുകയാണ്. പിന്നീട് റൂമിലെത്തിയതിനു ശേഷം ധനവും ചന്ദ്രദാസും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ചന്ദ്രദാസ് അപ്പൊ ധനത്തിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ മകൻ വിവേകിനോട് എന്നെ അങ്കിൾ എന്ന് വിളിക്കരുതെന്ന് പറയണം, ആർക്കെ എന്ന് വിളിച്ചോളൂ, അതാണ് എനിക്കിഷ്ടമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ധനമാണെങ്കിൽ ചന്ദ്രദാസിനെ കളിയാക്കുന്നുണ്ട്. ഇത്രയും പ്രായമുള്ള ആളെ അങ്കിൾ എന്നല്ലാതെ പിന്നെ ഡാഡി എന്ന് വിളിക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ചന്ദ്രദാസ് ആണെങ്കിൽ അപ്പൊ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ ഈ കള്ളക്കളികളെല്ലാം പുറത്താവും, അപ്പോഴേക്കും എങ്ങനെയെങ്കിലും വർഷയെ ഇവിടെ നിന്നും കൊണ്ടുപോകണമെന്ന് അങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. പിന്നീട് വർഷയും ഷർമിളയും തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ഷർമിള എന്നിട്ട് വർഷയോട് ചോദിക്കുന്നുണ്ട്, ആ രാജ്കുമാർ ആരാണെന്ന് അറിഞ്ഞോ വർഷയെന്ന് ചോദിക്കുമ്പോൾ വർഷ പറയുന്നുണ്ട്, ഇല്ല അമ്മേ, ഞാൻ അറിഞ്ഞില്ല, ആൾക്കിന്ന് എന്നെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞു പോവാനായി നിൽക്കുമ്പോഴേക്കും ആ വിവേക് വന്നു, വിവേക് ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് ആ വീട്ടിലേക്ക് പോവാനോ രാജ്കുമാറിനെ കാണാനോ സാധിക്കില്ലെന്നൊക്കെ വർഷ അങ്ങനെ പറയാണ്. ഷർമിള ഇപ്പൊ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് എന്റെ ഏട്ടൻ ഒരുക്കിയ ഒരു കെണിയാണെന്നാണ്, രാജ്കുമാർ എന്നൊരാളില്ലെന്ന് നിന്നെ കൊണ്ട് പറയിക്കുകയായിരിക്കും ലക്ഷ്യം, അതോടെ കുറ്റം ഈ വീട്ടിലുള്ളവരുടേതാവും, ഒടുവിൽ ഞാൻ കുറ്റക്കാരിയാകുമെന്ന് ഷർമിള അങ്ങനെ പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, ഒരിക്കലും അമ്മയാണ് ഇതിന് പിന്നിലെന്ന് ആരും അറിയില്ല, ഞാൻ അതിന് സമ്മതിക്കില്ല, പക്ഷെ വന്നതാരായാലും അവരുടെ മുഖത്ത് നോക്കി നിങ്ങൾ രാജ്കുമാർ
അല്ലെന്ന് എനിക്ക് പറയാനാവുമല്ലോ. രാജ്കുമാർ ആരാണെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ എന്നൊക്കെ വർഷ അങ്ങനെ ഷർമിളയോട് പറയാണ്. അപ്പോഴാണ് ഷർമിളയുടെ അടുത്തേക്ക് രാഹുൽ വരുന്നത്. രാഹുൽ എന്നിട്ട് ഷർമിളയോട് പറയുന്നുണ്ട്, ആന്റി എനിക്ക് ആന്റിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഷർമിള വർഷയോട് ഫോണിലൂടെ പറയുന്നുണ്ട്, ഞാൻ നിന്നെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം, എന്റെ മരുമകൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയാണ്. വർഷ അപ്പൊ ശരിയെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും വർഷയുടെ അടുത്തേക്ക് അഞ്ജു വരികയാണ്. അഞ്ജു എന്നിട്ട് വർഷയോട് പറയുന്നുണ്ട്, രാജ്കുമാറിനെ കാണാനായി ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. എന്തായാലും രാവിലെ 8 മണിയാവും വിവേക് എഴുന്നേൽക്കാൻ. അതുകൊണ്ട് നാളെ നമുക്ക് ഒരു 6 മണിയാവുമ്പോൾ എഴുന്നേറ്റ് രാജ്കുമാറിനെ കാണാനായി പോവാം. വിവേക് എഴുന്നേൽക്കുമ്പോഴേക്കും നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. നീ പേടിക്കണ്ട, നമുക്കെല്ലാം സെറ്റാക്കാമെന്ന് അഞ്ജു അങ്ങനെ വർഷയോട് പറയാണ്. പിന്നീട് രാഹുൽ ഷർമിളയോട് പറയുന്നുണ്ട്, ആന്റിക്ക് അറിയാലോ വർഷ എന്റെ ഒരു കൂടപ്പിറപ്പ് പോലെയാണെന്ന്. എന്നിട്ട് ആ വിവേക് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് വർഷന്റെ ഗേൾ ഫ്രണ്ട് ആണെന്നാണ്. ഇന്ന് വിവേകിനെ കണ്ടിരുന്നു. അയാളും അയാളുടെ മമ്മിയും ഈ വീട്ടിൽ വന്ന് കുറെ ഷോ കാണിച്ചതല്ലേ. 2 വാക്ക് തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് അയാളുള്ള സ്ഥലം കണ്ടെത്തി ഞാൻ അങ്ങോട്ടേക്ക് പോയി. പറയാനുള്ളതെല്ലാം മുഴുവൻ പറഞ്ഞു. അപ്പോഴാണ് വർഷന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് ആ വിവേക് എന്നോട് ആരോപിച്ചത്. അങ്ങനെ രാഹുൽ പറയുമ്പോൾ ഷർമിള പറയുന്നുണ്ട്, നീ വിവേകുമായിട്ട് വഴക്കുണ്ടാക്കണ്ടായിരുന്നു. ആ പ്രശ്നത്തിൽ വിവേകിന്റെ അമ്മയും ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ലെന്ന് നമുക്കറിയാവുന്നതല്ലേ. ഹരിതയും എന്റെ ഏട്ടനും തന്നെയാണ് ഇതിനെല്ലാം പിന്നിൽ. ഈ ഒരു കാരണവശാലും വിവേകുമായി ഏറ്റുമുട്ടരുത്. മനസ്സിലാക്കിയിടത്തോളം വിവേക് നല്ലൊരു നന്മയുള്ള ചെറുപ്പക്കാരനാണ് എന്നെല്ലാം ഷർമിള പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാണ്, വർഷയെയും എന്നെയും ആ വീട്ടിൽ വെച്ച് വസുന്ധരാദേവി കണ്ടിട്ടുണ്ട്. അമ്പനാട് വിക്രമിന്റെ മകനാണെന്ന് അറിയുന്ന നിമിഷം വസുന്ധരാദേവി ആ വീട്ടിൽ നിന്ന് പുറത്താക്കും. ഇതിനു മുന്നേ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് രാഹുൽ അങ്ങനെ പറയുമ്പോൾ ഷർമിള പറയുന്നുണ്ട്, ഇതിനേക്കാൾ കുഴപ്പം പിടിച്ചിട്ടാണ് ഈ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ. നിനക്കറിയാത്തൊരു കാര്യമുണ്ട് രാഹുൽ, അത് ഞാൻ മനസ്സിലാക്കിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഹരിതയ്ക്കും നിന്റെ ഡാഡിക്കും ഇവിടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അവര് വിചാരിച്ചിരിക്കുന്നത് നിന്റെ കാമുകി വർഷയാണെന്നാണ്. ഹരിതയുടെ മണ്ടൻ CID-മാര് നിന്റെ കാമുകി വർഷയാണെന്നാണ് റിപ്പോർട്ട് കൊടുത്തത് എന്നങ്ങനെ ഷർമിള പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട്, വർഷയുടെ ജീവൻ ആപത്തിലാണ്, എനിക്ക് എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് രാഹുൽ നേരെ അമ്പനാട്ട് വിക്രമിന്റെ അടുത്തേക്ക് പോവുകയാണ്. വിക്രമിനും ഹരിതയുമാണെങ്കിൽ ലക്ഷ്മിയുടെ മരണത്തെക്കുറിച്ചുള്ള ആ വാർത്തയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് രാഹുൽ വരുന്നത്. രാഹുൽ എന്നിട്ട് പറയുന്നുണ്ട്, ഡാഡി നിങ്ങളെല്ലാം കരുതിയിരിക്കുന്നത് വർഷ എന്റെ ഗേൾ ഫ്രണ്ട് ആണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. പക്ഷെ എനിക്കൊരു കൂടപ്പിറപ്പിനെ പോലെയാണ്. ഞാൻ അവൾക്ക് ഒരു ജോലി റെഡിയാക്കി കൊടുത്തു, മാത്രമേ ഞങ്ങൾ തമ്മിൽ ഉള്ള ബന്ധമുള്ളൂ എന്നൊക്കെ രാഹുൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഹരിത പറയുന്നുണ്ട്, ശരി വർഷയുടെ പേര് നിന്നിൽ നിന്ന് ഞാൻ വെട്ടാം, പിന്നെ നിന്റെ യഥാർത്ഥ കാമുകി ആരാണെന്ന് ചോദിക്കുമ്പോൾ രാഹുൽ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അങ്ങനെ ഒരാളില്ല എന്ന് പറയുമ്പോൾ വിക്രമൻ പറയുന്നുണ്ട്, എങ്കിൽ ശരി നിന്റെയും ഹരിതയുടെയും വിവാഹം എത്രയും പെട്ടെന്ന് തീരുമാനിക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ പറയുന്നുണ്ട്, എനിക്ക് എന്റെ പാർട്ട്ണറായിട്ട് ഹരിത വരുന്നത് ഇഷ്ടമല്ലെന്ന് ഞാൻ ഡാഡിയോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. നിങ്ങളെയും എന്നെയും തമ്മിൽ കൂട്ടിക്കെട്ടാനാണ് ഡാഡിയുടെ ഭാവമെങ്കിൽ രാത്രിയിൽ എന്നെ ഇവിടെ നിന്നും കാണാതാവും, അതോടെ നിങ്ങളുടെ പ്രശ്നമെല്ലാം തീരുമല്ലോ എന്ന് പറയുമ്പോൾ അമ്പനാട്ട് വിക്രമൻ പറയുന്നുണ്ട്, എന്റെ കണ്ണ് വെട്ടിച്ച് നീ എവിടം വരെ പോവും, ഇവിടെ പോയാലും നിന്നെ ഞാൻ കണ്ടുപിടിക്കുമെന്ന് അങ്ങനെ പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട്, കുറച്ചു നേരം മുന്നേ നിങ്ങളൊരു ലക്ഷ്മിയെ കുറിച്ച് പറഞ്ഞല്ലോ, 22 വർഷമായിട്ട് ഒരു ഡാഡിക്ക് കണ്ടെത്താനായി കഴിഞ്ഞില്ലല്ലോ. അങ്ങനെ സാധാരണക്കാരിയായ ആ ലക്ഷ്മിക്ക് 22 വർഷം ഡാഡിയുടെ കണ്ണ് വെട്ടിച്ച് ജീവിക്കാമെങ്കിൽ എനിക്കും അങ്ങനെ ജീവിക്കാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രാഹുല് റൂമിലേക്ക് പോവുകയാണ്. ഷർമിളയ്ക്കാണെങ്കിൽ വിക്രമിന് തിരിച്ചു മറുപടി രാഹുൽ കൊടുത്തതിൽ ഒരുപാട് സന്തോഷാവുന്നുണ്ട്. എന്നിട്ട് ഷർമിള വിക്രമിനോട് പോയി പറയുന്നുണ്ട്, നമ്മുടെ കാലമൊന്നും അല്ല ഏട്ടാ, പുതിയ തലമുറയിലുള്ള കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. വിക്രമനാണെങ്കിൽ ആകെ ദേഷ്യം വന്ന് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.